തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയ്ലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളോടെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും മർദ്ദനമേറ്റ അഭിഭാഷക അഡ്വക്കേറ്റ് ഫാമിലി പറഞ്ഞു. ബെയ്ലിൻ ദാസിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ജാമ്യം ലഭിച്ചാൽ പ്രതി സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ പ്രതിക്കും പരിക്കേറ്റുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല. ഇരയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ പാടില്ലെന്നും ഉൾപ്പെടെയുള്ള ഉപാധികളിലാണ് ജാമ്യം. ബെയ്ലിൻ ദാസിന്റെ ജാമ്യത്തിൽ പ്രതികരിക്കാൻ മർദ്ദനമേറ്റ ഷാമിലി തയ്യാറായില്ല. വഞ്ചിയൂർ കോടതിക്കടുത്തുള്ള ബെയ്ലിൻ ദാസിന്റെ ഓഫീസിൽ സഹപ്രവർത്തകർ നോക്കി നിൽക്കുകയായിരുന്നു ക്രൂരമർദ്ദനം. പിടിച്ചു നിർത്തി മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ഗർഭിണിയായിരിക്കെ വക്കീൽ ഓഫീസിനകത്ത് വെച്ച് നേരത്തെയും തന്നെ ബെയ്ലിൻ ദാസ് മർദ്ദിച്ചിരുന്നുവെന്നും ഷാമിലി വെളിപ്പെടുത്തിയിരുന്നു. 24 തിരുവനന്തപുരം.